ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി ജാനുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് ചിലപ്പോൾ എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അത് അല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം, ജനറൽ റീഡിങ്ങിൽ ചെല്ലാം ആൻഡ് അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഓവറോൾ എനർജി, നിങ്ങളുടെ ജാനുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി ക്യാൻസറിന് വേണ്ടിയിട്ടാണ് 6 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പാസ്റ്റിൽ എനർജി ഉള്ളത് 4 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി ജാനുവരിയുടെ സ്ട്രെങ്ത് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 5 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് വേൾഡ്. നിങ്ങളുടെ അഡ്വൈസ് എംപ്രസ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ജാനുവരി മാസത്തിൻ്റെ ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണുക. നിങ്ങളുടെ ഓവറോൾ എനർജി ജാനുവരി മാസത്തിൻ്റെ ആണ് 6 ഓഫ് പെൻറ്റിക്കിൾസ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആക്ച്വലി ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങൾ ഒരു ഏരിയ ഓഫ് ലൈഫിൽ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് തിരിച്ച് റെസിപ്രോക്കേഷൻ ഇല്ല. അപ്പോൾ ഇത് റിലേഷൻഷിപ്പാണ് വെച്ചാൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ റെസിപ്രോക്കേറ്റ് ചെയ്യില്ല. കരിയർ ആണ് വെച്ചാൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ അങ്ങനത്തെ നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടണില്ല, പ്രൊമോഷൻ ഇല്ല, ഓറൽസ് എന്തോ പറഞ്ഞ അപ്രീസിയേഷനും കൂടിയും ഇല്ല. ഓക്കെ, ആ ജോലിന്ന്. അപ്പൊ എന്താണ് ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് നമ്മൾക്ക് നോക്കാം. ഇവിടെ ഇത് തിരിച്ചും ആവാം. ഓക്കെ, ഇത് മേ ബി ആരോ നിങ്ങളുടെ ലൈഫിൽ കുറെ എഫേർട്ട് ഇടുണ്ടാവും, പക്ഷെ നിങ്ങൾ അവരെ അങ്ങനെ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഫീലിങ്സ് ഉണ്ടാവില്ല വെച്ചാൽ നിങ്ങൾ മേ ബി അങ്ങനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെയും ആവാം. അപ്പൊ ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് കിങ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഫയർ സൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഫയർ സൈനും നിങ്ങളുടെ ഇടയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാച്ചാൽ, ഫയർ സൈൻ എന്ന് വെച്ചാൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് വെച്ചാൽ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എഫേർട്ട് ഈക്വൽ അല്ല. ഓറൽസ് ഈ പേഴ്സൺ ആയിരിക്കും എഫേർട്ട് ഇടുണ്ടാവുക, നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ എഫേർട്ട് കുറവാണ്. അതിൻ്റെ കാരണം എന്തെങ്കിലും ആവാം. മേ ബി നിങ്ങൾ കരിയറിൽ ബിസി ആയിരിക്കാം, മേ ബി ഇവർ കരിയറിൽ ബിസി ആയിരിക്കാം, ജോലി ഉണ്ടാവും, അപ്പോൾ അവർക്ക് അത്ര നിങ്ങളുടെ മുകളിൽ അത്ര ശ്രദ്ധ ഉണ്ടാവില്ല, അങ്ങനെയും ആവാം. ഇത് ഒരു നെഗറ്റീവ് തന്നെ ആവണം എന്നില്ല, പക്ഷെ ഈ മാസം നിങ്ങളുടെ ലൈഫിൽ കുറേ ഞാൻ കാണുന്നത് ഹാർഡ് വർക്ക് ഉണ്ട്, എഫേർട്ട് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊരു സ്റ്റാഗ്നൻസി ഉണ്ട്. സ്റ്റാഗ്നൻസി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സ്ലോ മൂവ്മെന്റ് ആണ്. അപ്പോൾ എല്ലാം ഒരു റൂട്ടീൻ മാതിരി ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ ഒരു വേറൊരു പേഴ്സൻ്റെ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ തന്നെ 4 ഓഫ് സോഡ്സ് ആണ്. 4 ഓഫ് സോഡ്സ് ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ്. ഒരു നിങ്ങൾ കുറച്ചൊരു സെപ്പറേറ്റഡ് വെച്ചാൽ നോ കോണ്ടാക്റ്റിലായിരിക്കാം. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്, ഹീലിംഗിലാണ് ഫോക്കസ് ചെയ്യണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഒരു ഹെൽത്ത് ഇഷ്യൂടെ കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആവാം. ഓറൽസ് ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു എൻഡിങ് മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്. ഇവിടെ ജഡ്ജ്മെൻറ്റും വന്നു ആൻഡ് പേജ് ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയ ഡയറക്ഷനിലേക്കാണ് പോണത്. നിങ്ങൾ എന്തോ പാസ്റ്റിൻ്റെ ഏതോ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടുണ്ട്, ഓറൽസ് ഒരു സിറ്റുവേഷനെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് എനർജിയിൽ സ്ട്രെങ്ത് ആണ്, ലിയോ എനർജി. അപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യണു.
കുറേ പ്രാവശ്യം നിങ്ങൾക്ക് ഈ പേഴ്സണിന്റെ കൂടെ റീകണക്ട് ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനെ കൺട്രോളാണ് ചെയ്യണത്. നിങ്ങൾ ഈ പേഴ്സണിന്റെ തോട്ട്സിനെ ബ്ലോക്കാണ് ചെയ്യണത്. ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനുള്ള ധൈര്യം നിങ്ങൾ യുനോ അതിനെ ഫോക്കസ് ചെയ്യാണ്. ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ കറേജ് നിങ്ങൾ ടാപ്പ് ചെയ്യണം. ഇന്നർ കറേജിനെ നിങ്ങൾ ടാപ്പ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ സ്ട്രെങ്ത്? ഇവിടെ മൂൺ എനർജി ഉണ്ട് ആൻഡ് 6 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ മൂൺ എനർജി ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഇമോഷൻസിന്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങൾ ഇമോഷണലി കുറെ സമയത്ത് വീക്കായി ഫീൽ ചെയ്യുന്നുണ്ട്, വൾണറബിളായി ഫീൽ ചെയ്യുന്നുണ്ട്, കുറെ പേടി, ആങ്സൈറ്റി ഉണ്ട്, കുറെ ഫിയേഴ്സ് ഉണ്ട്. ഒരു പുതിയ ഡയറക്ഷനിലേക്ക് പോകാനുള്ള ഫിയർ, ഒരു പുതിയ പേഴ്സണിനെ മീറ്റ് ചെയ്യാനുള്ള ഫിയർ, അതുമുണ്ട്. എവിടെയോ കുറച്ച് ഡിപ്രഷന്റെ എനർജിയും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മുമ്പോട്ടാണ് പോണത്. യൂണിവേഴ്സ് നിങ്ങളെ ഒരു പുതിയ ഡിറക്ഷനിലേക്കാണ് അയക്കണത്. 6 ഓഫ് വാൻഡ്സ് അവിടെ കുറെ ഫെയിം, പോപ്പുലാരിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല എന്നല്ല, കുറെ സക്സസ്സും ഉണ്ട് കരിയറിലും. പക്ഷെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയി ഫീൽ ആവണില്ല. നിങ്ങൾക്ക് ആ ഉള്ളിൽ നിന്ന് ആ കോൺഫിഡൻസ് ഇല്ല. പിന്നെ കുറെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ് നിങ്ങൾ. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആങ്സൈറ്റി തരുന്നുണ്ട്. ഫ്യൂച്ചറിൽ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് ലോ സെൽഫ് കോൺഫിഡൻസ് ആണ്, ലോ സെൽഫ് എസ്റ്റീം ആണ്, ഒരു റിജക്ഷന്റെ എനർജിയാണ് 5 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പൊ ഈ 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? 2 ഓഫ് വാൻഡ്സ്. അപ്പൊ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് ഇല്ലാച്ച ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിലാണ്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ട്, പക്ഷെ ആ ധൈര്യം കിട്ടണില്ല. ഓരൽസ് നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല. 2 ഓഫ് വാൻഡ്സ് ഒരു പ്ലാനിങ്ങിന്റെ എനർജിയാണ്. ഇപ്പൊ ഫ്യൂച്ചറിൽ എന്താ വേണ്ടേ, എന്താ ചെയ്യണ്ടേ, ഒന്നും ഐഡിയ ഇല്ലാണ്ട് നിങ്ങൾ ആ ക്രോസ് റോഡ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഈ എനർജിയിൽ നിന്ന് പുറത്തു വരാൻ. ആ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും നിങ്ങൾക്ക്. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് തന്നെ വേൾഡ് ആണ്. അപ്പോൾ വേൾഡ് ആദ്യം ഒരു കംപ്ലീഷൻ ആണ്. ഒരു എന്തോ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിരിക്കണു, ക്ലോസ് ഔട്ട് ആയിരിക്കണു, ആ സൈക്കിൾ ക്ലോസ് ഔട്ട് ആയിരിക്കണു. പക്ഷെ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആക്സെപ്റ്റ് ചെയ്താലും അതിന് മൂവ് ഓൺ ചെയ്യാൻ കുറച്ചൊരു വിഷമമുണ്ട്. ക്വീൻ ഓഫ് കപ്സ്, ഇത് സെൽഫ് ലവിന്റെ എനർജിയാണ്. കുറെ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. നെഗറ്റീവ് തോട്ട്സ് പറയുമ്പോഴേക്കും 9 ഓഫ് സോഡ്സ് വന്നു. 9 ഓഫ് സോഡ്സ് ആങ്സൈറ്റിയുടെ എനർജിയാണ്, ഓവർ തിങ്കിങ്ങിന്റെ എനർജിയാണ്, സ്ട്രെസ്സിന്റെ എനർജിയാണ്. രാത്രി ശരിക്കും ഉറക്കമില്ല. അപ്പൊ അതൊക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഈ എൻഡിങ്ങിന്റെ കാരണം, ഈ ചാപ്റ്റർ ക്ലോസ് ഔട്ട് ആയ കാരണം നിങ്ങൾക്ക് അതിനെ കുറിച്ച് തന്നെയാണ് തോട്ട്സ് ഉള്ളത്. ആൻഡ് കുറെ നെഗറ്റീവ് തോട്ട്സും ഉണ്ട് നിങ്ങളെ കുറിച്ച്. നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് അഫർമേഷൻസ് ആണ് നിങ്ങൾ പറയണത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ റിമൈൻഡ് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങൾ എംപ്രസ് ആണ്. ഓക്കെ, ആൻഡ് ഇത് ജെൻഡർ ബേസ്ഡ് അല്ല. എംപ്രസ് ഒരു മെയിലും ആവാം ഫീമെയിലും ആവാം. ടാരോയില് ജെൻഡർ ഇല്ല. പക്ഷെ എംപ്രസിന്റെ എനർജി എന്താ വെച്ചാൽ നേർച്ചറിങ്, ലവിങ്, അബണ്ടൻസിന്റെ എനർജിയാണ്. ആൻഡ് സെൽഫ് വർത്തിന്റെ എനർജിയാണ്. നിങ്ങൾ എന്താ വിചാരിക്കണ വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്രയും പവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക. എന്ന് വെച്ചാൽ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചാൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് റിവാർഡ്സ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ ഒരു പവർഫുൾ എനർജിയാണ്, നിങ്ങളൊരു പവർഫുൾ സോളാണ്. ആൻഡ് അത് നിങ്ങൾക്ക് മറക്കാൻ പാടില്ല. ഓക്കെ, എന്നുവെച്ചാൽ എല്ലാവരും സ്പെഷ്യലാണ് ഈ വേൾഡിൽ. ചില റിലേഷൻഷിപ്സ് വർക്ക്ഔട്ട് ചെയ്യില്ല. അതെന്താ വെച്ചാൽ കർമ്മമാണ്, ഡെസ്റ്റിനിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാനിലാണ് ഇവിടെ നിങ്ങൾക്ക് അഡ്വൈസ് ഉള്ളത് ക്യാൻസർ. ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു സിംഗിൾ പേരൻ്റ് ആണ്. അങ്ങനെയാണ് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ബാലൻസ് അച്ചീവ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. നിങ്ങളുടെ ഇൻഡിപെൻഡൻസിലാണ് ഫോക്കസ് ചെയ്യാൻ പറയണത്. യൂണിവേഴ്സ് ആദ്യം നിങ്ങൾക്ക് അത് തന്നെ റിമൈൻഡ് ചെയ്യണത്. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ഇവിടെ ഒരു കുറെ പവർഫുൾ പേഴ്സന്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ഇൻഡിപെൻഡന്റ് പേഴ്സന്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ സെറ്റ് ബാക്കിന്റെ കാരണം നിങ്ങളുടെ ലൈഫിനെ തകർക്കരുത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായി കാര്യങ്ങൾ ചിന്തിക്കുക, ഹീൽ ചെയ്യുക. എന്നുവെച്ചാൽ ഹീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷണൽ ഹീലിംഗ്, ഫിസിക്കൽ ഹീലിംഗ്. അത് കഴിഞ്ഞിട്ട്
ഉള്ള എനർജി ഞാൻ കാണുന്നത് ഒരു വെരി ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ആ സ്റ്റേജിലാണ് നിങ്ങൾ എത്താൻ പോണത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഇന്നർ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ വെച്ചാൽ ജാനുവരിയിൽ നിങ്ങൾക്കൊരു ഓഫർ വരും. ഇത് കുറേ ഒരു സ്റ്റേബിൾ ഓഫർ ആയിരിക്കും. ഇപ്പോൾ ഈ ഓഫർ ഫിനാൻഷ്യൽ ആയിരിക്കാം, ഇല്ല വെച്ചാൽ ഒരു ലവ് ഓഫറും ആവാം. ഈ ഓഫർ എന്താണ്? പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഫിനാൻഷ്യൽ ഓഫർ ആവാം, ഒരു ജോബ് ആവാം. പക്ഷേ ഇതൊരു ഞാൻ പറഞ്ഞ മാതിരി ലവ് ഓഫറും ആവാം. എന്നുവെച്ചാൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസും ഇവിടെ കാണാണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്റ്റേബിൾ എനർജിയാണ്, ഫിനാൻഷ്യലി വെൽ ടു ഡു പേഴ്സൻ്റെ എനർജിയാണ്, കുറേ ഒരു മെച്യോർ പേഴ്സൻ്റെ എനർജിയാണ്. ആൻഡ് ഇങ്ങനത്തെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ ജാനുവരിയിൽ വരാൻ പോകുന്നുണ്ട്. ജാനുവരി അല്ല വെച്ചാൽ അറ്റ് ദ മോസ്റ്റ് ഫെബ്രുവരി. ഓക്കെ, പക്ഷേ ഇങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഔട്ട്കം എന്താണ് ക്യാൻസർ? ജാനുവരി മാസത്തിൻ്റെ ഔട്ട്കം നിങ്ങൾക്ക് 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 5 ഓഫ് കപ്സ് ഒരു പാസ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പാസ്റ്റിൻ്റെ കാര്യം ഓർത്തിട്ട് അതിനെ ഒരു നെഗറ്റീവായി ഒരു റിഗ്രറ്റ്ഫുൾ എനർജിയിലാണ് നിങ്ങൾ. അതാണ് ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജി. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ മിസ് ഔട്ടായി, എന്തോ കുറേ റിഗ്രറ്റ്സ് നിങ്ങൾ ക്യാരി ചെയ്യണു. ഇതൊക്കെ ഒരു പാസ്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ആയി കഴിഞ്ഞു പറഞ്ഞാൽ ഈ എൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ എൻഡിങ് ആയിട്ടും നിങ്ങൾ അതിന് വിട്ടിട്ടില്ല, ആ എനർജീനെ വിട്ടിട്ടില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വെക്കണത്. അതുകൊണ്ടാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്. എന്നുവെച്ചാൽ നിങ്ങളുടെ എനർജി ഇപ്പോഴും പാസ്റ്റിനെ ആണ് ഓർക്കണത്. മെജിഷ്യൻ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ മാനിഫെസ്റ്റും ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് കുറേ ഇങ്ങനെ നെഗറ്റീവായി പറഞ്ഞ റിഗ്രറ്റും ദുഃഖം അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് ഇമോഷൻസ് വെച്ചാൽ നിങ്ങളുടെ വരാൻ പോണ ഫ്യൂച്ചറും ബ്ലോക്ക് ആവും. ഓക്കെ, പക്ഷെ ഞാനിവിടെ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ ലവ് ഓഫർ. ആൻഡ് ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ടൈപ്പ് ഓഫ് ലവ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണേ. ഔട്ട്കം ജാനുവരിയുടെ ഇതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ജാനുവരിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു ജെമിനി എനർജി ഞാൻ കാണുന്നുണ്ട് ഇവിടെ. ഫയർ സൈൻ ഉണ്ട് പാസ്റ്റ് പേഴ്സൻ്റെ എനർജി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ടോറസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോറസ് ആൻഡ് ജെമിനി ആണ് ഫ്യൂച്ചർ പേഴ്സൻ്റെ എനർജി. ആൻഡ് ഫയർ സൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ എനർജി. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ്, ഒറക്കിൾ മെസ്സേജ് പറയണത്? ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി. ഞാൻ പറഞ്ഞ മാതിരി തന്നെ നെഗറ്റിവിറ്റി കുറേ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. മേ ബി ആ സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം, നിങ്ങളെ കുറിച്ചായിരിക്കാം ഈ നെഗറ്റീവ് തോട്ട്സ് ഉള്ളത്, ആ പേഴ്സണെ കുറിച്ചായിരിക്കാം നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്യാൻ ഇപ്പോൾ സമയമായിരിക്കണം. എന്നുവെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നാൽ അതന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഫ്യൂച്ചറിലും. അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിൽ വേണ്ട. അതുകൊണ്ട് പോസിറ്റീവ് തോട്ട്സ് വയ്ക്കുക. ആൻഡ് നെഗറ്റീവ് ഫീലിങ്സും തോട്ട്സൊക്കെ പാസ്റ്റിൽ തന്നെ ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ക്യാൻസർ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.